വിശദമായ വാർത്തകളിലേക്ക്. നീറ്റ് UGC നെറ്റ് പരീക്ഷാ ക്രമക്കേടിന് പിന്നാലെ പൊതുപരീക്ഷാ നിയമം 2024 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. രാജ്യത്തുടനീളം നടക്കുന്ന പൊതുപരീക്ഷകളിലും പൊതുപ്രവേശന പരീക്ഷകളിലും ക്രമക്കേട് തടയാനാണ് കേന്ദ്ര നീക്കം. പരീക്ഷകളിൽ ക്രമക്കേട് നടത്തുന്നവർക്ക് 3 മുതൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും നിയമപ്രകാരം ശിക്ഷയായി നൽകും. പരീക്ഷാ അധികാരികളോ സ്ഥാപനമോ വ്യക്തികൾ സംഘടിതമായോ കുറ്റകൃത്യം ചെയ്താൽ 5 മുതൽ 10 വർഷം വരെ തടവും 1 കോടി രൂപ പിഴയുമായിരിക്കും ശിക്ഷ. ഈ വർഷം ഫെബ്രുവരിയിലാണ് നിയമം പാസാക്കിയത്. UPSC, ബാങ്കിംഗ്, റെയിൽവേ റിക്രൂട്ട്മെന്റ് പരീക്ഷകൾ, NTA നടത്തുന്ന എല്ലാ പരീക്ഷകളും ഈ നിയമത്തിന്റെ കീഴിൽ വരും. അതിനിടെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം അന്വേഷണത്തിൽ പിടിച്ചെടുത്ത തെളിവുകളുമായി ഡൽഹിയിലെത്തി. കേസിൽ വിശദമായ റിപ്പോർട്ട് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൈമാറിയേക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ സമവായവുമായി സീറോ മലബാർ സഭാ സിനഡ്. അടുത്ത മാസം 3-നുള്ളിൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്താകുമെന്ന സർക്കുലറിൽ ഇളവ് വരുത്തി. ജൂലൈ 3-ന് ശേഷം ഞായറാഴ്ചകളിൽ ഒരു കുർബാന ഏകീകൃത രീതിയിൽ നടത്തണം എന്നാണ് പുതിയ നിർദ്ദേശം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അടുത്ത മാസം 3-നുള്ളിൽ ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിക്കാത്ത വൈദികരെ സഭയ്ക്ക് പുറത്താക്കുമെന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലറിൽ ഇളവ് വരുത്തിയാണ് സിനഡിന്റെ സമവായം. ഞായറാഴ്ചകളിൽ ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കണം. ഇത് ലംഘിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടിയുണ്ടാകും. അതിരൂപതയിൽ ഏകീകൃത കുർബാന മാത്രം അർപ്പിക്കാനുള്ള സമയപരിധി സംബന്ധിച്ച് അടുത്ത സിനഡിൽ തീരുമാനമെടുക്കും. നിലവിൽ ഏകീകൃത കുർബാന അർപ്പിക്കുന്ന വൈദികരെ തടസ്സപ്പെടുത്തരുതെന്നും മെത്രാൻമാർക്ക് ഏകീകൃത കുർബാന അർപ്പിക്കാൻ ക്രമീകരണം ഒരുക്കി നൽകണമെന്നും നിർദ്ദേശമുണ്ട്. സെമിനാരികളിലും സമർപ്പിത ഭവനങ്ങളിലും ജൂലൈ 3-ന് ശേഷം ഏകീകൃത കുർബാന മാത്രമേ അർപ്പിക്കാവൂ. അതേസമയം ജനാഭിമുഖ കുർബാനയെ ഔദ്യോഗികമായി അംഗീകരിച്ചാൽ മാത്രമേ സമവായ നീക്കങ്ങളുമായി സഹകരിക്കൂ എന്ന നിലപാടിലാണ് വിമത വിഭാഗം. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർക്കെതിരെ ശിക്ഷാ നടപടികൾ നിർദ്ദേശിച്ച് മേജർ ആർച്ച് ബിഷപ്പ് ഈ മാസം 9-ന് നൽകിയ സർക്കുലർ അസാധുവായി പ്രഖ്യാപിക്കണമെന്നും അൽമായ മുന്നേറ്റം ആവശ്യപ്പെട്ടിരുന്നു. ഇവ രണ്ടും സിനഡിന് ശേഷമുള്ള പുതിയ സർക്കുലറിലും പരിഗണിച്ചിട്ടില്ല. 24 കൊച്ചി. കാലാവസ്ഥാ റിപ്പോർട്ട് നോക്കിയാൽ സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് പ്രവചനം. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഞായറാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. GST കൌൺസിൽ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. ഉദ്യോഗസ്ഥ തലത്തിലുള്ള സമിതിയുടെ നിയമ ഭേദഗതി ശുപാർശകൾ യോഗം അവലോകനം ചെയ്യും. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളുമായി ബന്ധപ്പെട്ട GST നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്ന കാര്യം പരിഗണിക്കുമെന്നാണ് സൂചന. അതേസമയം വാറ്റ്, എക്സൈസ് തീരുവ എന്നിവയുടെ പരിധിയിൽ ENA തുടരും എന്നതാണ് സൂചന. നികുതിദായകർക്ക് സഹായകമാകുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇത്തവണത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ യോഗത്തിൽ പങ്കെടുക്കും. പൊതുബജറ്റിന് മുന്നോടിയായി ചേരുന്ന യോഗത്തിലും മന്ത്രി KN ബാലഗോപാൽ പങ്കെടുക്കും. വയനാട് കേണിച്ചിറ എടക്കാട് പശുവിനെ ആക്രമിച്ചു കൊന്ന കടുവയെ പിടികൂടാൻ ശ്രമം തുടരുന്നു. ഇന്നലെ വൈകിട്ടാണ് കടുവയ്ക്ക് വേണ്ടി കൂട് സ്ഥാപിച്ചത്. രാഹുൽ സുരേഷ് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, പശുവിനെ ഭക്ഷിക്കാനായി കടുവ ഇവിടെ എത്തിയിരുന്നു. ഇത് വലിയ ഭീതിക്കിടയാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കടുവയെ പിടികൂടാനായി ഏത് തരത്തിലുള്ള സജ്ജീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്? പ്രവിധ, കേണിച്ചിറ എടക്കാട്ടെ കടുവയുടെ സാന്നിധ്യം ആശങ്കയായി മാറുകയാണ്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് വനം വകുപ്പ് സംഘം ഈ പ്രദേശത്ത് കടുവയ്ക്കായി കൂട് സ്ഥാപിച്ചത്. പക്ഷെ ഇതുവരെയും കടുവ കൂട്ടിൽ കുടുങ്ങിയില്ല എന്നതാണ് ഏറ്റവും ആശങ്കാകരമായ കാര്യം എന്ന് പറയുന്നത്. ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടി പ്രദേശത്ത് കടുവ എത്തിയതായി നാട്ടുകാർ വനം വകുപ്പിനെ അറിയിച്ചിരുന്നു. തുടർന്നാണ് വനം വകുപ്പ് സംഘം ഇവിടെ എത്തുകയും കൂട് സ്ഥാപിക്കുകയും ചെയ്തത്. ഇന്നലെ രാത്രിയും വനം വകുപ്പ് സംഘം ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് പെട്രോളിംഗ് ഉൾപ്പെടെ നടത്തിയിരുന്നു. പക്ഷെ ഇതുവരെയും കടുവയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് വനം വകുപ്പ് സംഘം പറയുന്നത്. വ്യാഴാഴ്ചയായിരുന്നു ഈ പ്രദേശത്തുള്ള ക്ഷീരകർശനായ തെക്കേ പുന്നപ്പള്ളിയിൽ വർഗീസിന്റെ പശുവിനെ കടിച്ചു കൊല്ലുന്നത്. തുടർന്ന് പകുതി ഭക്ഷിച്ച നിലയിലായിരുന്നു ഈ പശുവിനെ കണ്ടെത്തിയത്. ഇന്നലെ രാവിലെയും ഈ പ്രദേശത്ത് കടുവ എത്തിയതായി നാട്ടുകാർ പറയുന്നുണ്ട്. എന്താണെങ്കിലും ആളുകളെല്ലാം തന്നെ വലിയ ആശങ്കയിൽ തന്നെ തുടരുകയാണ്. ഈ ബാക്കിയുള്ള പശുവിന്റെ ജഡം ഭക്ഷിക്കാനായി കടുവ പ്രദേശത്ത് എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വനം വകുപ്പ് ഉള്ളത്. അതിനുവേണ്ടിയുള്ള കർശനമായ ജാഗ്രതയോടുകൂടി തന്നെയാണ് വനം വകുപ്പും അതോടൊപ്പം നാട്ടുകാരും മുന്നോട്ട് പോകുന്നത്. പ്രവിധ.
ശരി, വയനാട് കേണിച്ചിറ എടക്കാട് പശുവിനെ ആക്രമിച്ചു കൊന്ന കടുവയെ പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. വിവരങ്ങളാണ് രാഹുൽ സുരേഷ് നൽകിയത്. മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സമരം ഇന്നും തുടരും. MSF അനിശ്ചിതകാല RDD ഓഫീസ് ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. MSF മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് റോഡ് ഉപരോധിക്കും. മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചിട്ടും +1 പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ സംഗമവും ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 3 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് സീറ്റ് ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം ഘടിപ്പിക്കുന്നത്. ബസ്സിനുള്ളിൽ മകളോട് മോശമായി പെരുമാറിയ ആളുടെ മുഖത്തടിച്ചമ്മ. അടിയേറ്റ അടൂർ മുണ്ടപ്പള്ളി സ്വദേശി രാധാകൃഷ്ണപിള്ളയ്ക്കെതിരെ പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. AV ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ഇയാൾ മകളെ ബസ്സിൽ വെച്ച് ശല്യം ചെയ്തതിനെ തുടർന്നാണ് അമ്മ ഇയാളെ മർദ്ദിച്ചത്. തുടർന്ന് ഇയാളുടെ മൂക്കിന്റെ പാലം തകർന്നിട്ടുണ്ട്. ഇയാളുടെ ആരോഗ്യസ്ഥിതി നിലവിൽ എങ്ങനെയുണ്ട്? ഒപ്പം പോലീസ് മറ്റെന്തൊക്കെ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്? അതായത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട അടൂർ ഏനാത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഈ മുണ്ടപ്പള്ളി സ്വദേശി രാധാകൃഷ്ണൻ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറുന്നത്. ഇതറിഞ്ഞെത്തിയ അമ്മയാണ് ഇയാളുടെ മുഖത്തടിക്കുന്നത്. ഈ അടിയിൽ ഇദ്ദേഹത്തിന്റെ മൂക്കിലെ പൊട്ടലുണ്ട്. മൂക്കിലെ പാലം തകർന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇയാൾക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഈ അമ്മ അടിച്ചതിന് ശേഷവും ഈ വ്യക്തി രാധാകൃഷ്ണൻ വളരെ മോശമായി ആക്രോശത്തോടുകൂടി പെരുമാറുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ നിലവിൽ പോലീസ് പോക്സോ അടക്കമുള്ള വകുപ്പുകൾ, ഗുരുതര വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഇയാളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത്തരം സംഭവങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും പോലീസ് പറയുന്നു. ഈ പ്രതി രാധാകൃഷ്ണ പിള്ളയ്ക്ക് മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. എന്തായാലും ഈ അടിയുടെ ആഘാതത്തിൽ ഇയാളുടെ മൂക്കിന് പൊട്ടലുണ്ട്. അത്രമാത്രം ശക്തമായ ഒരു അടിയായിരുന്നു അമ്മ അടിക്കുന്നത്. ഇത്തരത്തിൽ വളരെ മോശമായി മകളോട് പെരുമാറിയെന്ന വിവരമറിഞ്ഞെത്തിയ അമ്മയാണ് ഇത്തരത്തിൽ ഇയാളെ അടിക്കുന്നത്. എന്തായാലും പോലീസ് അമ്മയ്ക്കെതിരെ നിലവിൽ കേസോ മറ്റു കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ശരി, AV ജയശങ്കറാണ് കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വഴിയുള്ള അരിക്കടത്തിന് തടയിടാൻ കർശന നടപടിയുമായി കസ്റ്റംസ്. ടെർമിനലിൽ പരിശോധന വ്യാപകമാക്കും. 1 മാസത്തിനിടെ 10-ലധികം തവണ അരിക്കടത്താനുള്ള ശ്രമം പിടിക്കപ്പെട്ടതോടെയാണ് നടപടി. 5 കോടിയിലധികം രൂപയുടെ അനധികൃത അരിക്കടത്താണ് കസ്റ്റംസ് ഇന്റലിജൻസ് 1 മാസത്തിനിടെ പിടികൂടിയത്. ഇന്നലെ 3 കണ്ടെയ്നറുകളിലായി 1 കോടി രൂപയുടെ അരിക്കടത്ത് പിടിക്കപ്പെട്ടിരുന്നു. കയറ്റുമതിക്ക് നിരോധനമുള്ള ബസ്മതി അരിയാണ് ഉപ്പ് എന്ന വ്യാജേന കടത്താൻ ശ്രമിച്ചത്. UK-യിലേക്കാണ് അരിക്കടത്തിന് ശ്രമിച്ചതെന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ സ്ഥാപനത്തിന്റേതായിരുന്നു കണ്ടെയ്നറുകൾ. യൂറോ കപ്പിൽ പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഇന്നിറങ്ങും. രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ തുർക്കിയാണ് എതിരാളികൾ. പ്രീ ക്വാർട്ടർ പ്രതീക്ഷ നിലനിർത്താൻ ബെൽജിയവും ഇന്ന് ജീവൻ മരണ പോരാട്ടത്തിനിറങ്ങും. ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ ഇഞ്ചുറി ടൈമിലെ ഗോളിൽ കഷ്ടിച്ച് കടന്നുകൂടുകയായിരുന്നു പോർച്ചുഗൽ. ക്രിസ്ത്യാനോ റൊണാൾഡോയും റാഫേൽ ലിയോയും ബ്രൂണോ ഫെർണാണ്ടസും ബെർണാഡോ സിൽവയും ഒക്കെ ഉണ്ടായിട്ടും ഗോൾ വല നിറയ്ക്കാൻ പറങ്കികൾ പാടുപെട്ടു. മുന്നേറ്റത്തിലെ ഒത്തിണക്കമില്ലായ്മയും ഫിനിഷിംഗിലെ പോരായ്മയും തന്നെ പ്രശ്നം. റൊണാൾഡോയെ ഫ്ലോട്ടിംഗ് നമ്പർ 10-ആയും ബ്രൂണോ ഫെർണാണ്ടസിനെ ഡിഫൻസീവ് മിഡ്ഫീൽഡറോ റോളിലും കളിപ്പിച്ച മാർട്ടിനസിന്റെ തന്ത്രം പാടെ പാളി. തുർക്കിക്കെതിരെ ഇറങ്ങുമ്പോൾ തന്ത്രങ്ങൾ അടിമുടി മാറ്റിയില്ലെങ്കിൽ പണിയുറപ്പ്. ജോർജിയെ ആവേശപ്പോരിൽ തോൽപ്പിച്ചാണ് തുർക്കി തുടങ്ങിയത്. 2008 യൂറോയിൽ സെമിയിലെത്തിയതുപോലൊരു സ്വപ്നക്കുതിപ്പാണ് തുർക്കിയുടെ ലക്ഷ്യം. യുവതാരം ആർദ ഗൂളറിന്റെ ചോരത്തിളപ്പിലാണ് തുർക്കിയുടെ പ്രതീക്ഷകൾ. സ്ലോവാക്യയോട് തോറ്റു തുടങ്ങിയ ബെൽജിയത്തിന് റുമേനിയക്കെതിരെ ഇന്ന് ജീവൻ മരണ പോരാട്ടം. ഇന്നുകൂടി കാലിടറിയാൽ ബെൽജിയത്തിന്റെ സുവർണ തലമുറയ്ക്ക് ഒരിക്കൽ കൂടി കിരീട പ്രതീക്ഷകൾ അവസാനിപ്പിച്ച് മടങ്ങാം. രാത്രി 12:00-ക്കാണ് ഈ മത്സരം. വൈകിട്ട് 6:00-ക്ക് നടക്കുന്ന മത്സരം ജോർജിയയ്ക്കും ചെക്ക് റിപ്പബ്ലിക്കിനും ഒരുപോലെ നിർണായകം. തുടർച്ചയായ 2ാം കളിയിലും തോറ്റാൽ അവസാന 16-ൽ ഇരുകൂട്ടരും കാണില്ല. സ്പോർട്സ് ഡെസ്ക് 24. 2020 ലോകകപ്പ് സൂപ്പർ 8 മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ വീഴ്ത്തി ദക്ഷിണാഫ്രിക്ക. 7 റൺസിനാണ് ദക്ഷിണാഫ്രിക്കയുടെ ജയം. 164 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് ഇന്നിംഗ്സ് 6-ന് 156-ൽ അവസാനിച്ചു. 53 റൺസുമായി ഹാരി ബ്രൂക്ക് പൊരുതിയെങ്കിലും ഇംഗ്ലണ്ടിന് ലക്ഷ്യത്തിലെത്തിക്കാനായില്ല. 6 വിക്കറ്റ് നഷ്ടത്തിലാണ് ദക്ഷിണാഫ്രിക്ക 163 റൺസ് എടുത്തത്. 65 റൺസ് എടുത്ത ക്വിന്റൺ ഡീകോക്കാണ് ടോപ്പ് സ്കോറർ. ജയത്തോടെ ദക്ഷിണാഫ്രിക്ക സെമി ഫൈനൽ ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്.
തമിഴ്നാട് കള്ളക്കുറിച്ചിയിലെ വ്യാജമദ്യ ദുരന്തത്തിൽ 52 പേർ മരിച്ചു. 118 പേർ 4 ആശുപത്രികളിലായി ചികിത്സയിലുണ്ട്. ഇതിൽ 30ഓളം പേരുടെ നില ഗുരുതരമാണെന്ന് കള്ളക്കുറിച്ചി കളക്ടർ MS പ്രശാന്ത് അറിയിച്ചു. വ്യാജമദ്യം കഴിച്ച ചികിത്സയ്ക്ക് ശേഷം കരുണാപുരത്തെ വീട്ടിലെത്തിയ യുവാവിനെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, എത്രത്തോളം ഗുരുതരമാണ് നിലവിൽ കള്ളക്കുറിച്ചിയിലെ സാഹചര്യം? പ്രവിധ 118 പേർ വിവിധ ആശുപത്രികളായി, അതായത് സേലം, വിഴിപ്പുരം, പുതുച്ചേരി, അതുപോലെ തന്നെ കള്ളാക്കുറിച്ചിയാണ് ഏറ്റവും അധികം ആളുകളുള്ളത്. ഇത്രയും ആശുപത്രികളിലായി 118 പേര് ഇപ്പോൾ നിലവിൽ ചികിത്സയിലുണ്ട്. അതിൽ 30 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് കലക്ടർ MS പ്രശാന്ത് ഇന്നലെ അറിയിച്ചത്. സമാനമായ രീതിയിൽ തന്നെയാണ് അവർക്ക് വേണ്ട ചികിത്സയും കാര്യങ്ങളും എല്ലാം തുടരുന്നത്. പക്ഷേ ഇന്നലെ ഇതേ കോളനിയിൽ, അതായത് ഈ കരുണാപുരം എന്ന് പറയുന്ന കോളനിയിലുള്ളൊരു യുവാവ്, അദ്ദേഹം നേരത്തെ മദ്യപിച്ച് ആശുപത്രിയിലായി തിരിച്ചു വന്നതിന് ശേഷം ഇന്നലെ വീണ്ടും അതേ മദ്യം കഴിച്ചു എന്നുള്ളതാണ് അവിടുത്തെ കോളനിക്കാർ പറയുന്നത്. അതേ മദ്യം വീണ്ടും കഴിക്കുക, അതായത് വീട്ടിൽ സ്റ്റോക്ക് ചെയ്തിരുന്നു, അതേ മദ്യം കഴിക്കുകയും ഇന്നലെ രാത്രിയോടുകൂടി അയാളെ വീണ്ടും ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വീണ്ടും അപ്പോൾ ഈ വീടുകളിലൊക്കെ ഇത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി എന്തായാലും കരുണാപുരത്ത് നടക്കുന്നു എന്നുള്ളതാണ്. സേലം ഇപ്പോൾ കള്ളാക്കുറിച്ചി മെഡിക്കൽ കോളേജിൽ 28 പേരാണ് മരിച്ചത്. സേലം സർക്കാർ ആശുപത്രിയിൽ 17 പേര്, വിഴിപ്പുരത്ത് ചികിത്സയിലുണ്ടായിരുന്ന 4 പേര്, അതുപോലെ തന്നെ പുതുച്ചേരി ജിപ്മർ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന 3 പേര്. ഇങ്ങനെയാണ് മരണസംഖ്യ എന്ന് പറയുന്നത്. ഈ 58-ൽ 4 ആശുപത്രികളായി മരിച്ചവരുടെ വിവരങ്ങളാണിത്. വലിയ തോതിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ നിയമസഭയിൽ ഉണ്ടായിരുന്നു. ഇന്നും നിയമസഭ തുടരും. അപ്പോൾ ഇന്നും അസ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് നിയമസഭ സാക്ഷിയാകുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ പ്രതിപക്ഷം പൂർണ്ണമായും തന്നെ സഭ ബഹിഷ്കരിക്കുന്ന ഒരു നിലയിലേക്കായിരുന്നു കാര്യങ്ങൾ. BJPയുടെ നേതൃത്വത്തിൽ ജില്ലാ ആസ്ഥാനങ്ങളിൽ ഇന്ന് സമരത്തിന് ആഹ്വാനമുണ്ട്, പ്രതിഷേധ സമരങ്ങൾക്കിന്ന് ആഹ്വാനമുണ്ട്. അത് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും നടക്കുമെന്നുള്ളതാണ് സംസ്ഥാന അധ്യക്ഷൻ അറിയിച്ചിട്ടുള്ളത്. ആ രീതിയിലുള്ള പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് കൂടി പ്രതിപക്ഷം കടക്കുന്നു എന്നുള്ളതാണ്. നിയമസഭയിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം ഇന്നുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ രീതിയിലാണ് കാര്യങ്ങൾ. 52 മരണങ്ങൾ ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നു. 30 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. പ്രവിധ, ശരി, കള്ളക്കുറിച്ചിയിൽ നിന്നുള്ള വിവരങ്ങളാണ് മനീഷ് മൂർത്തി നൽകിയത്. 24 പ്രേക്ഷകരുടെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. നാളെ തിരൂർ B&Co കാസൽ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം. രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുകയാണ്. 24 പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം മലപ്പുറം തിരൂരിൽ. 24ന്റെ പ്രിയ അവതാരകരും ഫ്ലവേഴ്സ് ജനപ്രിയ താരങ്ങളും അണിനിരക്കുന്ന പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം ഈ വരുന്ന ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ തിരൂർ B&Co കാസൽ ഓഡിറ്റോറിയത്തിൽ. 24 പ്രേക്ഷകരെയും പ്രിയ അവതാരകരെയും സ്വീകരിക്കാൻ ഭാഷാപിതാവിന്റെ മണ്ണായ തിരൂർ തയ്യാറായി കഴിഞ്ഞു. നാളെ B&Co കാസൽ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച വിദ്യാർത്ഥികളെ രാവിലെ 9 മണി മുതൽ ആദരിക്കും. ശേഷം ഉച്ചയ്ക്ക് 2 മണിക്കാണ് പ്രേക്ഷക സമ്മേളനം. 24ന്റെ പ്രിയ അവതാരകരെ നേരിൽ കാണാനും സംവദിക്കാനും അവസരം ലഭിക്കുന്നതിലെ സന്തോഷത്തിലാണ് മലപ്പുറത്തെ പ്രേക്ഷകർ. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് ഈ തിരൂര്. ഒരു പുതിയ ചരിത്രം തീർക്കാൻ വേണ്ടി 24 അവരുടെ ജില്ലാ സമ്മേളനം തിരൂര് തിരഞ്ഞെടുത്തതിൽ ഞാനൊരു തിരൂർക്കാരൻ എന്നുള്ളതിലേക്ക് വളരെയധികം സന്തോഷം നൽകുന്നു. ഈ അക്ഷര നൈകരിയെ ആവോളം ചേർത്ത് പിടിച്ച ഒരു ചാനലാണ് 24. ഈ 24 സ്ഥിരമായിട്ട് ഞങ്ങൾ കാണുന്നതാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു സമ്മേളനം നടക്കുന്ന അറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. തിരൂരിൻ്റെ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ, പൊതുപ്രവർത്തന രംഗത്ത് ഉയർച്ചയും വളർച്ചയും നൽകി ജനങ്ങൾക്ക്, ജനങ്ങളുടെ ക്ഷേമത്തിനും രാജ്യത്തിൻ്റെ വികസനത്തിനും രാജ്യത്തിൻ്റെ പുരോഗതിക്കും എല്ലാം നയിക്കുന്ന 24 എന്ന ചാനലിന് പ്രത്യേകം ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ജില്ലാ സമ്മേളനം വമ്പിച്ച വിജയമാക്കി തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തിരൂരിനെ 24 അവേഴ്സ് തറ്റത്തിൽ തിരൂരിനെ ആവാഹിച്ചെടുത്തിട്ടുണ്ട്. പല വിഷയങ്ങളിലും തിരൂർ അവർ നിറഞ്ഞു നിന്നിട്ടുണ്ട്. തിരൂരിൻ്റെ പൾസറിന് ചാനലാണ് 24 അവേഴ്സ്. സമ്മേളനത്തിൽ ഫ്ലവേഴ്സിലെ കലാകാരന്മാരുടെ കലാപ്രകടനങ്ങൾ അരങ്ങേറും. സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ നടപടികൾ അവസാന ലാപ്പിലാണ്. ലോക ടെലിവിഷൻ ചരിത്രത്തിലെ അവിസ്മരണീയ മുഹൂർത്തത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 24ന്റെ പ്രേക്ഷക സമ്മേളനത്തിന്റെ ഭാഗമാകാൻ ഉടൻ തന്നെ QR കോഡ് സ്കാൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8111991602 8111991260. സമ്മേളനത്തിന്റെ ഭാഗമാകാൻ നിരവധി പേരാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. സമ്മേളനം ആദ്യാവസാനം വരെ 24ൽ തത്സമയം സംപ്രേഷണം ചെയ്യും. തിരൂരിന്റെ മണ്ണിൽ പുതുചരിത്രം പിറക്കാൻ ഇനി ഒരു നാൾ മാത്രം. 24 തിരൂർ.
ഡൽഹിയിൽ തുടരുന്ന രൂക്ഷമായ ജലക്ഷാമത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് ജലവിഭവ മന്ത്രി അതിഷിയുടെ നിരാഹാര സമരം ഇന്ന് 2ാം ദിവസത്തിലേക്ക്. ഡൽഹിയിലെ ജനങ്ങളുടെ ദാഹം ശമിക്കും വരെ നിരാഹാര സമരം തുടരുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സ്വന്തമായി ജലസ്രോതസ് ഇല്ലാത്ത ഡൽഹിക്ക് ഹരിയാനയിൽ നിന്നും 613 ദശലക്ഷം ഗാലൻ ജലമാണ് വിട്ടുകിട്ടണമെന്നത് ആണ് ആവശ്യം. നിലവിൽ ലഭിക്കുന്നത് 513 ദശലക്ഷം ഗാലൻ ജലം മാത്രമാണ്. എല്ലാം BJP MPമാരും ഹരിയാനയോട് ജലം വിട്ടു നൽകാൻ അഭ്യർത്ഥിക്കണമെന്നും മന്ത്രി അതിഷി ആവശ്യപ്പെട്ടു. വെള്ളം നൽകാൻ പോകുന്നില്ല എന്ന കടുത്ത നിലപാടിലാണ് ഹരിയാന. 15ാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ കുറച്ച കേരളത്തിന്റെ വായ്പാ പരിധി പുനഃസ്ഥാപിക്കില്ല. 21,000 കോടി രൂപയുടെ വായ്പാ പരിധിയാണ് സംസ്ഥാനത്തിന് 15ാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ കുറച്ചത്. അതേസമയം 1,500 കോടി രൂപ കൂടി കടമെടുക്കാനുള്ള സംസ്ഥാന നീക്കത്തിന് കേന്ദ്രം തടയിടില്ല. ജൂൺ 25-ന് റിസർവ് ബാങ്കിന്റെ കുബേർ സംവിധാനം വഴിയാണ് കേരളം കടമെടുക്കുക. 1,500 കോടി കടമെടുക്കുന്നതോടെ ഈ വർഷത്തെ കടമെടുപ്പ് 8,000 കോടി രൂപയിലേക്ക് എത്തും. 34,432 കോടി രൂപയാണ് ഈ വർഷം കടമെടുക്കാനുള്ള കേരളത്തിന്റെ അർഹത. കേരളത്തിന്റെ മൊത്തം കടം 4.29 ലക്ഷം കോടി രൂപയാണ്. 2001-2002 കാലഘട്ടത്തിൽ 28,250 കോടി മാത്രമായിരുന്ന കടമാണ് 4,29,000 കോടി രൂപയായി വർദ്ധിച്ചത്. കേരളത്തിന്റെ ധനക്കമ്മി 5% ഉയരുന്നു. കേരള NGO യൂണിയൻ 61ാം സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കോഴിക്കോട് തുടക്കമാകും. വൈകിട്ട് ബീച്ചിൽ ചേരുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നാളെ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം ന്യൂസ് ക്ലിക്ക് എഡിറ്റർ ഇൻ ചീഫ് പ്രബീർ പുരക്കായസ്ഥയാണ് ഉദ്ഘാടനം ചെയ്യുക. 302 വനിതകൾ ഉൾപ്പെടെ 931 പേർ 23-24 തീയതികളിൽ ചേരുന്ന പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും. ഫെഡറലിസം തകർത്ത് കേന്ദ്ര സർക്കാർ, പ്രതിരോധം തീർത്ത് കേരളം എന്ന വിഷയത്തിൽ മന്ത്രി KN ബാലഗോപാൽ പ്രഭാഷണം നടത്തും. നവകേരളവും സിവിൽ സർവീസിന്റെ നവീകരണവും സെമിനാർ മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടീം സ്പീക്കർ ആക്കാത്തതിൽ അസ്വാഭാവികതയില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഒഡീഷയിൽ നിന്നുള്ള ഭർതൃഹരി മഹ്താബിന്റെ നിയമനം വ്യവസ്ഥകൾ പാലിച്ചാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. വെസ്റ്റ്മിനിസ്റ്റർ സമ്പ്രദായം പിന്തുടർന്നാണ് ഭർതൃഹരി മഹ്താബിന്റെ നിയമനം. ഏറ്റവും കൂടുതൽ കാലം ഇടവേളകൾ ഇല്ലാതെ സഭാ അംഗമായിരുന്ന ആൾക്കാണ് പ്രോട്ടം സ്പീക്കർ പദവിക്ക് അർഹത. 1998-2004 കാലഘട്ടങ്ങളിൽ കൊടിക്കുന്നിൽ സുരേഷിന് പാർലമെന്റ് അംഗത്വത്തിൽ നിന്ന് ഇടവേളകൾ ഉണ്ടായി. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് നിലപാട് വ്യക്തമാക്കിയത്. മലപ്പുറം വളാഞ്ചേരിയിൽ ദളിത് യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ കസ്റ്റഡിയിൽ എടുത്തവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. വളാഞ്ചേരി പീടികപ്പടി സ്വദേശികളായ സുനിൽ, ശശി, പ്രകാശൻ എന്നിവരാണ് വളാഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ഇവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇക്കഴിഞ്ഞ 16-ന് വളാഞ്ചേരിയിൽ ബന്ധുവീട്ടിൽ താമസിക്കുകയായിരുന്ന യുവതിയെ 3-അംഗ സംഘം വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്തുവെന്നതാണ് പരാതി. കേരളത്തിലെ ജലമാമാങ്കത്തിന് തുടക്കം കുറിക്കുന്ന ചമ്പക്കുളം മൂലം വള്ളം കളി ഇന്ന്. രാജപ്രമുഖൻ ട്രോഫിക്കായി 6 ചുണ്ടൻ വള്ളങ്ങളാണ് പമ്പയാറ്റിൽ തുഴയെറിയുന്നത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ മത്സര വള്ളം കളികൾക്ക് തുടക്കമാകും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നതിനാൽ ഇത്തവണ ഏറെ വൈകിയാണ് വള്ളം കളി ഒരുക്കങ്ങൾ തുടങ്ങിയത്. ശനിയാഴ്ച രാജപ്രമുഖൻ ട്രോഫിയിൽ മുത്തമിടുന്നത് ആരാണ് എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ അധ്യക്ഷനായി ഡോക്ടർ സാമുവേൽ മാർ തെയോഫിലസ് ഇന്ന് സ്ഥാനമേൽക്കും. രാവിലെ 8-ന് സഭാസ്ഥാനത്തെ സെന്റ് തോമസ് കത്തീഡ്രൽ വിശുദ്ധ കുർബാന മധ്യേയാണ് സ്ഥാനാരോഹണം. സഭയിലെ മുതിർന്ന എപ്പിസ്കോപ്പിയും ഡൽഹി അതിഭദ്രാസന അധിപനുമായ ജോൺ മോർ എറേനിയസ് മുഖ്യ കാർമ്മികനായിരിക്കും. സഭയിലെ മറ്റ് എപ്പിസ്കോപ്പന്മാർ സഹകാർമ്മികനായിരിക്കും. തുടർന്ന് 11:30-ന് മോർ അത്തനാസിയോസ് യോഹാൻ കൺവെൻഷൻ സെന്ററിൽ അനുമോദന സമ്മേളനം നടക്കും. മലങ്കര മാർത്തോമ സുറിയാനി സഭാധ്യക്ഷൻ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുമ്പോൾ ഹോർട്ടികോർപ്പ് ഫലപ്രദമായി ഇടപെടുന്നില്ലെന്ന് പരാതി. പലയിനങ്ങളും പൊതുവിപണിയേക്കാൾ കൂടിയ വിലയ്ക്കാണ് ഹോർട്ടികോർപ്പ് വിൽക്കുന്നത്. അയൽ സംസ്ഥാനങ്ങളിൽ മഴ ശക്തമായതാണ് സംസ്ഥാനത്ത് പച്ചക്കറി വില ഉയരാൻ കാരണം. 2 ആഴ്ച മുൻപ് കിലോ 60 രൂപയ്ക്ക് വിറ്റിരുന്ന തക്കാളിക്ക് എറണാകുളത്തിപ്പോൾ 100 രൂപയാണ് വില. തിരുവനന്തപുരത്ത് 80 രൂപയ്ക്കും കോഴിക്കോട് 82 രൂപയ്ക്കുമാണ് തക്കാളി വിൽക്കുന്നത്. ഹോർട്ടികോർപ്പിലും തക്കാളിയുടെ വില ഉയർന്നെങ്കിലും 80 കടക്കാത്തത് ആശ്വാസമായി. മഴ കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറികൾ എത്താതിരുന്നാൽ വരും ദിവസങ്ങളിലും പൊതുവിപണിയിൽ വൻ വിലക്കയറ്റമുണ്ടാകും.
25 രൂപയായിരുന്ന വഴുതനങ്ങയുടെ വില 40 കടന്നു. ഹോർട്ടികോർപ്പിൽ വഴുതനങ്ങ വിൽക്കുന്നത് പൊതുവിപണിയേക്കാൾ 12 രൂപ കൂട്ടി 52 രൂപയ്ക്ക്. പൊതുവിപണിയിൽ പടവലത്തിന്റെ വില 25 രൂപയായി ഉയർന്നപ്പോൾ ഹോർട്ടികോർപ്പിൽ 17 രൂപ കൂട്ടിയാണ് വിൽക്കുന്നത്. 60 രൂപയുള്ള കൈതച്ചക്കയ്ക്ക് ഹോർട്ടികോർപ്പിൽ വില 68 രൂപയാണ്. വിലക്കയറ്റം രൂക്ഷമായ സാഹചര്യത്തിലും സർക്കാരും ഹോർട്ടികോർപ്പും ഇടപെടുന്നില്ല എന്ന ആരോപണമുണ്ട്. അതേസമയം ഇഞ്ചി, ബീൻസ്, മുരിങ്ങക്ക തുടങ്ങിയ പച്ചക്കറികൾക്ക് ഹോർട്ടികോർപ്പിൽ താരതമ്യേന വില കുറവാണ്. പൊതുവിപണിയിൽ 240 രൂപ വരെ എത്തിയ ഇഞ്ചിക്ക് ഹോർട്ടികോർപ്പിൽ 180 രൂപയും 200 രൂപ വരെ എത്തിയ മുരിങ്ങക്കായ്ക്ക് 122 രൂപയുമാണ് വില. 24 തിരുവനന്തപുരം. തൃശൂർ എടത്തിരുത്തിയിലെ വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ 2 ടൺ വിത്ത് മുളച്ചില്ല. വരന്തരപ്പള്ളി കരയാമ്പാടത്തെ കർഷകർ പ്രതിസന്ധിയിലായി. വിതച്ച വിത്ത് തിരികെ കൊണ്ടുവന്നാൽ പകരം വിത്ത് നൽകാമെന്നാണ് അധികൃതരുടെ വിചിത്രമായ മറുപടി. തൃശൂർ വരന്തരപ്പള്ളി കരയാമ്പാടത്തെ കർഷകർ കണ്ണീര് കുടിക്കുകയാണ്. ഒരു സീസൺ നഷ്ടമാകുന്നതിനു പുറമെ നിലമൊരുക്കാൻ ചെലവിട്ട 8,40,000 രൂപയുമാണ് വെള്ളത്തിലായത്. വരന്തരപ്പള്ളി കൃഷിഭവനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് 30 കിലോഗ്രാമിന്റെ 69 ചാക്ക് ജ്യോതി വിത്ത് വാങ്ങിയത്. 100 ഏക്കർ പാടശേഖരത്തിലെ 70 ഏക്കറിൽ വിരിപ്പ് കൃഷി ഇറക്കി. 20% വിത്ത് മാത്രമാണ് മുളച്ചത്. സാമ്പിൾ വിതച്ചത് മുളച്ച ധൈര്യത്തിലാണ് വിത്ത് വാങ്ങിയതെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് ഡേവിസ് തുലാപ്പറമ്പിൽ. 70 ചാക്കോളം വിത്ത് നമ്മൾ വാങ്ങി. ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ നമ്മൾ കുറച്ച് എടുത്ത് നോക്കി. ഒരു ചാക്കിൽ നിന്ന് കുറച്ച് എടുത്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല, ഒരു 80% മുള കണ്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കർഷകർക്ക് ഈ വിത്ത് മുഴുവൻ വിതരണം ചെയ്തത്. വിത്ത് വിതരണം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ചാക്കുകളിലെ വിത്തുകളൊക്കെ വളരെ മോശമായിരുന്നു. പരാതിയുമായി കർഷകർ എത്തിയപ്പോൾ വിത്ത് ഗവേഷക കേന്ദ്രം അധികൃതർ കൈമലർത്തി. ബന്ധപ്പെട്ട വിത്ത് വിതരണം ചെയ്ത അതേ ഇടത്തിരുത്തിക്കാരോട് വിത്ത് കൊണ്ടു ചെന്നാൽ മാറ്റിത്തരാന്ന്. പാടത്തിറങ്ങിയ വിത്ത് എങ്ങനെയാണ് കൊണ്ടു ചെല്ലുക എന്നുള്ളത് എനിക്കറിയില്ല. അത് അവർക്ക് തന്നെ അറിയുള്ളൂ. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഇതാണ് അവിടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. മുണ്ടകൻ കൊയ്ത്തിൽ നിന്നുള്ള 40 ടൺ നെല്ലിന്റെ പണം 2 മാസമായിട്ടും കർഷകർക്ക് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ തവണത്തെ കൃഷി വെള്ളം കയറി നശിച്ചു. ഇതിന്റെ ഇൻഷുറൻസ് തുകയും നാളുകൾ കഴിഞ്ഞിട്ടും കിട്ടിയിട്ടില്ല. ഓൾറെഡി നമുക്ക് ഏകദേശം ഒരു ഏക്കറിന് 12,000 രൂപ ചിലവ് വരുന്നുണ്ട്. വരമ്പ് കളയ്ക്കാനും ട്രാക്ടർ അടിക്കാനും നിലൊരുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ അത് മുടക്കി ഇതിനൊരു ഗുണമില്ല എന്നുള്ളത് മനസ്സിലായി നൽകി. ഇനിയിപ്പോൾ അവർ ഇനി അടുത്ത് വരുന്ന വിത്തും ഇനി എന്തായിരിക്കും എന്നുള്ളത് അവർക്ക് അറിയാത്തൊരു സാഹചര്യമാണ്. അത് കാരണം കൊണ്ട് അവരിനി നമ്മൾ വാങ്ങിക്കുന്ന വിത്ത് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് പേടിച്ചിട്ട് പണിയണോ വേണ്ടെന്നുള്ളത് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അധ്വാനം പാഴായതോടെ ഇനി വരുന്ന വിത്തിന്റെ ഗുണനിലവാരത്തെപ്പറ്റിയും കർഷകർക്ക് ആശങ്കയുണ്ട്. സ്വകാര്യ വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്ന് വിത്ത് വാങ്ങാൻ നിർബന്ധിതരാവുകയാണ് കർഷകർ. നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യവും ശക്തമാണ്. 24 തൃശൂർ. 2020 ലോകകപ്പിലെ സൂപ്പർ 8 റൗണ്ടിൽ ഇന്ത്യക്ക് ഇന്ന് 2ാം മത്സരം. രാത്രി 8-ന് ആന്റിഗ്വയിൽ നടക്കുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് എതിരാളി. അഫ്ഗാനിസ്ഥാനെ തകർത്ത സൂപ്പർ 8-ൽ സൂപ്പറായി തുടങ്ങിയ ടീം ഇന്ത്യ സെമിഫൈനൽ ഏറെക്കുറെ ഉറപ്പിക്കാൻ ഇന്ന് ബംഗ്ലാദേശിനെതിരെ. ഓസ്ട്രേലിയയ്ക്ക് പിന്നാലെ ഇന്ത്യയോടും തോറ്റാൽ പെട്ടിമടക്കേണ്ടി വരുമെന്നതിനാൽ ബംഗ്ലാദേശിനിതാ ജീവൻ മരണ പോരാട്ടം. സൂര്യകുമാർ യാദവിന്റെ അർദ്ധ സെഞ്ചുറിയും ജസ്പ്രീത് ബുംറയുടെ 3 വിക്കറ്റ് പ്രകടനവുമാണ് അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യക്ക് ആധികാരിക ജയം സമ്മാനിച്ചത്. എന്നാൽ മറ്റ് മുൻനിര ബാറ്റർമാരുടെ പ്രകടനത്തിൽ ആശങ്കയുണ്ട്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി ഓപ്പണിംഗ് പരീക്ഷണം ഇതുവരെ ക്ലച്ചു പിടിച്ചില്ല. ശിവം ദുബെ വീണ്ടും പരാജയമാകുന്നു. സഞ്ജു സാംസണെ പുറത്തിരുത്തി ദുബെയ്ക്ക് അവസരം കൊടുക്കുന്നതിൽ വിമർശനം ശക്തം. ബാറ്റർമാരുടെ മോശം പ്രകടനം തന്നെയാണ് ബംഗ്ലാദേശിന്റെയും പ്രശ്നം. പവർ ഹിറ്റർമാർ നനഞ്ഞ പടക്കങ്ങളായതോടെ കൂറ്റൻ സ്കോറിലേക്ക് എത്തുന്നില്ല. ഇന്ത്യക്കെതിരായ നേർക്കുനേർ കണക്കുകളും അയൽക്കാർക്ക് ആശ്വാസം നൽകുന്നതല്ല. 13 മത്സരങ്ങളിൽ 12ലും ജയിച്ചത് ഇന്ത്യയാണ്. സ്പോർട്സ് ഡെസ്ക് 24. തേക്കൻ തടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൂർണ്ണകായ പ്രതിമ കൊടുങ്ങല്ലൂർ സ്വദേശി രവീന്ദ്രൻ ശില്പശാലയാണ് പ്രതിമ നിർമ്മിച്ചത്. 6 അടി ഉയരമുള്ള പ്രതിമ BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സ്ഥാപിക്കും. ദിവസം നീണ്ട പരിശ്രമത്തിലൂടെയാണ് രവീന്ദ്രനും സഹായി സിയാദും ചേർത്ത് നരേന്ദ്രമോദിയുടെ ശില്പം പൂർത്തിയാക്കിയത്. ശ്രീനാരായണപുരം ശംഖു ബസാറിൽ രവീന്ദ്രന്റെ വീടിനോട് ചേർന്നുള്ള പണിശാലയിലാണ് പണി തീർന്ന ശില്പമുള്ളത്. 3 ലക്ഷത്തോളം രൂപയാണ് നിർമ്മാണ ചെലവ്. ഇത് ഫുള്ള് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. 6.5 അടി ഹൈറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. 6 ഇഞ്ച് കനത്തിലാണ് നമ്മൾ ചെയ്തത്. ഇതിപ്പോൾ ഒരു മാസം 2 ആഴ്ച വന്നതിൻ്റെ പണി തീർക്കാൻ വേണ്ടിയിട്ട്.
കളർ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് കളറൊന്നും ചേർത്തിട്ടില്ല. ഈ ലൈനും ഷൂവിനൊക്കെ വേണ്ടി സ്റ്റൈനർ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. വേറെ കളറുകളൊന്നും ചേർത്തിട്ടില്ല. പോളിഷ് മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ആരെയും വിസ്മയിപ്പിക്കും 6.5 അടി ഉയരവും 3 അടി വീതിയും 6 ഇഞ്ച് ഘനവുമുള്ള നരേന്ദ്രമോദിയുടെ ശില്പം. ഭാരതാംബ ഉൾപ്പെടെ നിരവധി ശില്പങ്ങൾ നിർമ്മിച്ച ശ്രദ്ധേയനായ രവീന്ദ്രൻ പ്രശസ്ത ശില്പി ഡാവിഞ്ചി സുരേഷിന്റെ സഹോദരനാണ്. 24 തൃശൂർ. ഭാരതപ്പുഴയിലേക്ക് കന്നുകാലികളെ അഴിച്ചുവിടുന്നവർക്കെതിരെ നടപടിയുമായി പട്ടാമ്പി നഗരസഭ 2 കന്നുകാലികളെ പിടിച്ചെടുത്തു. ഇവയെ ലേലത്തിൽ വിൽക്കാനാണ് തീരുമാനം. ഭാരതപ്പുഴയിലെ തുരുത്തുകളിൽ കന്നുകാലികളെ മേയാൻ വിടുന്നത് 24 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഭാരതപ്പുഴയിലേക്ക് കന്നുകാലികളെ മേയാൻ അഴിച്ചുവിടുന്നതിനെതിരെ നടപടിയെടുക്കുമെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. പുഴയിലെ വെള്ളം പ്രധാന കുടിവെള്ള സ്രോതസ് കൂടിയാണ്. അറിയിപ്പുകൾ വകവയ്ക്കാത്ത സാഹചര്യത്തിലാണ് നഗരസഭ ആരോഗ്യ വിഭാഗം നടപടികളുമായി രംഗത്തെത്തിയത്. ഇതിന്റെ ഒരു ആദ്യത്തെ വാണിംഗ് എന്ന നിലയ്ക്ക് ഇതിന്റെ ഉടമ ഹാജരാകുവാൻ കർശന പിഴ ചുമത്തി വിട്ടു നൽകുന്നതാണ്. തുടർ കാണുകയാണെങ്കിൽ ഇതിനെ പിടിച്ചെടുത്ത് ലേലം ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. കിഴായൂർ നമ്പ്രം പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ പുഴയിൽ നിന്നും 2 പോത്തുകളെ പിടികൂടി. ഉടമയെ കണ്ടെത്തി പിഴ ഈടാക്കുന്ന നടപടിയാണ് ആദ്യഘട്ടത്തിൽ സ്വീകരിക്കുക. തുടർന്ന് ഇത്തരത്തിൽ പിടികൂടുന്ന കന്നുകാലികളെ ലേലത്തിൽ വിൽക്കുന്നതുൾപ്പെടെയുള്ള നടപടികളാണ് സ്വീകരിക്കുകയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 24 പാലക്കാട്. നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യ AI ആശുപത്രിയുമായി ചൈന. റോബോട്ട് ഡോക്ടർമാരും നഴ്സുമാരും ആശുപത്രിയിൽ ഉണ്ടാകും. മനുഷ്യരെക്കാൾ കൃത്യതയോടെ രോഗനിർണയം നടത്താനും ചികിത്സിക്കാനും ഈ AI ഡോക്ടർമാർക്ക് സാധിക്കും എന്നതാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം. ബീജിംഗിലെ സിൻഹുവ സർവകലാശാലയിലെ ഗവേഷകരാണ് ഏജൻ ഹോസ്പിറ്റൽ എന്ന ഈ ആതുരാലയത്തിനു പിന്നിൽ. പൂർണ്ണമായും വെർച്വൽ സംവിധാനമായ ഈ ഹോസ്പിറ്റലിൽ 14 AI ഡോക്ടർമാരും 4 AI നഴ്സസും ഉണ്ടാകും. ഈ ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുകയും വിശദമായ പരിചരണ പദ്ധതി തയ്യാറാക്കുകയും ചെയ്യും. രോഗീ പരിചരണത്തിൽ മനുഷ്യസഹജമായ തെറ്റുകൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് ആശുപത്രിയുടെ അവകാശവാദം. 4 ദിവസം കൊണ്ട് 10,000 രോഗികളെ ശുശ്രൂഷിക്കാൻ കഴിയുന്ന സംവിധാനമാണ് പുതിയ ആശുപത്രി. മനുഷ്യ ഡോക്ടർമാർക്ക് ഇത്രയും രോഗികളെ പരിശോധിക്കാൻ 2 വർഷമെങ്കിലും എടുക്കും. ചില്ലറക്കാരല്ല ഈ റോബോട്ട് ഡോക്ടർമാർ. അമേരിക്കൻ വൈദ്യശാസ്ത്ര ലൈസൻസ് പരീക്ഷയിൽ 93% മാർക്ക് നേടിയവരാണ് ഇവർ. തുടക്കത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന ഈ ആശുപത്രി പിന്നീട് ചൈനയിലെമ്പാടും രോഗികളെ പരിശോധിക്കും. പ്രദേശത്തെ പകർച്ചവ്യാധികൾ മുൻകൂട്ടി പ്രവചിക്കാനും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കാനും ആശുപത്രിക്കാവുമെന്ന് ഗവേഷകർ പറയുന്നു. ഈ വർഷം അവസാനം പ്രവർത്തനമാരംഭിക്കുന്ന ആശുപത്രി ആതുര സേവന മേഖലയിൽ വലിയ വിപ്ലവത്തിന് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. റിസർച്ച് ഡെസ്ക് 24. ഇതോടെ പ്രഭാത വാർത്തകളുടെ സമയം പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.